എടാ, ഇത് വേണോ? വല്യപ്പച്ചനെങ്ങാനും അറിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാവും. ഹലയുടെ കാര്യത്തിലാണ്. ആരും അറിയത്തില്ലടാ, നീ പേടിക്കണ്ട. എടി ഹല, ഈ വീക്കെൻഡിൽ നിനക്ക് എന്താ പരിപാടി? ഇനി എനിക്ക് ടൈമൊന്നുമില്ല വെളിയിലൊന്നും വരാൻ. അതും പറഞ്ഞിട്ട് ഞങ്ങളുടെ സാറാണെങ്കിൽ പുതിയൊരു പ്രോജക്റ്റും കൂടെ തന്നേക്കുക. ഏതെങ്കിലും ഒരു സ്കോളറും പോട്ടെ, ഒരു ഡീലറിനെ കണ്ടുപിടിച്ച് അയാൾ പറയുന്ന പ്രോജക്റ്റ് വലുതായിട്ട് ചെയ്തു കൊടുക്കണം, പെയിൻറ്റിങ്. ഓഹോ, അത് കൊള്ളാലോ. ആ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം, അറിഞ്ഞതല്ലേ. എടാ ഉവേ, ജിമ്മിനാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽ എടുക്കാൻ മറന്നുപോയി. നീ അത് അവൻ്റെ കൂടെ പോയി വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വരാമോ? അവന് ഡ്രിങ്ക്സ് അടിച്ചിട്ടുണ്ട്, ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. ആ, ഞാൻ പോകാം. ഡീ, നീ നിൻ്റെ സോജുമ്മയുടെ കൂടെ പോയിരുന്നോ? ആരും ഒന്ന് വിളിച്ചാലും എങ്ങോട്ടും പോകരുത്. ഹലയെ ഞങ്ങൾ നോക്കിക്കോളാവേ, നീ ഒന്ന് പോയിട്ടൊന്ന് വേഗം വാ. പിന്നെ അവൾക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുക, അവൾ തൊണ്ടേ കുരുങ്ങുന്നെന്ന് തോന്നുന്നു. അതെങ്ങനെയാ? ഇവിടെ കയറി വന്നതേ എന്തെങ്കിലുമൊക്കെ അകത്താക്കണമെന്ന് അവളുടെ ചിന്ത. ഒരു ബനാന മിൽക്ക് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ പോയിട്ട് വരാം കേട്ടോടി. എടാ, ആ വരുന്ന ആദവല്ലേ? അതേടാ, നീ കാർ കുറച്ച് നീക്കിയിടും, നമ്മുടെ കാർ കണ്ട അവന്മാർക്ക് അറിയാം. ഇതേ ആ സൈഡിലേക്ക് ഇട്ടോ. ജിമിനും ഉണ്ടല്ലോ. എടാ ആദം, ഞാൻ കീ എടുക്കാൻ മറന്നു. നീ വണ്ടിയെ വെയിറ്റ് ചെയ്ത് ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാം. എൻ്റെ പൊന്നടാവെ, ഓടിപ്പോയി എടുത്തോണ്ട് വാ നീ. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തേക്കാം. ആഹാ, നീ ഇത്ര പെട്ടെന്ന് വന്നോ? അതെന്നെ പോക്കറ്റിൽ വല്ലതും ഉണ്ടായിരുന്നോ? ഇതെന്താ ഹല? ഇതേതാ? എൻ്റെ ദൈവമേ, ഏത് വിവരമില്ലാത്തരങ്ങളിലാടാ നീ പണി ഏൽപ്പിച്ചത്? അമൃത കണ്ടില്ല, കാർ തുറന്നോ? ആദ്യത്തിന് കാറിനകത്ത് ഹലയെ കയറ്റിക്കിട്ട്. ഇതെന്നതാടാ ഹല ഇതിനകത്ത്? ഇതാരാ? എന്നാ ഹലക്കിനെ പറ്റി? ഹല എന്താ എഴുന്നേക്കാത്ത? ഹല ഹല അയ്യോ, വീണ്ടും കണ്ണടച്ചല്ലോ. എടാ, നമുക്ക് വേഗന്നാണെങ്കിൽ ഹോസ്പിറ്റലിൽ വിളിച്ചാലോ? അല്ലെങ്കിൽ ഡോക്ടറിനെ വരാൻ പറയാം. അവൾക്ക് കുഴപ്പമില്ലെന്നറിഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഹ്യൂമാരൊക്കെ ഇവിടെ നിൽക്കുന്നത്? നിന്റെ സ്വന്തം വീട്ടിൽ വന്നവരിങ്ങനെ അപമാനിക്കുന്നത് ശരിയല്ലെന്നറിയത്തില്ലേ? നിനക്കിവിടെ നിൽക്കാൻ താല്പര്യമെങ്കിൽ പോക്കോ. ഹലയിൽ ഇവിടെ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ഹൈറിൻ, ബാഡി എൻ്റെ കൂടെ. മമ്മി, അത് ഹല എഴുന്നേറ്റിട്ട്. ഹൈറിൻ, നീ നിന്റെ മമ്മിയുടെ കൂടെ ചെല്ല്. മമ്മി ഇവിടെ നിന്നാലേ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അത് കേൾക്കുന്നവർക്ക് അത്ര സുഖമായിട്ട് തോന്നത്തില്ല. അതുകൊണ്ട് നീ ചെല്ല്. ശരിക്കും ഇതെന്താ പറ്റിയത്? എങ്ങനെയുണ്ട് അവൾക്ക്? ഡോക്ടർ എന്താ പറഞ്ഞേ? ഏയ്, അവൾക്ക് കുഴപ്പമൊന്നുമില്ലടാ. കുറച്ച് നേരം കിടന്നോട്ടെ എന്ന് പറഞ്ഞു ഡോക്ടർ. എന്താണെന്നറിയത്തില്ല, അവളുടെ ഉള്ളിലാണെങ്കിൽ മൈന്യൂട്ട് അളവിൽ കുറച്ച് ഡ്രഗ്സ് ചെയ്യുന്നു. അതിൻ്റെ എഫക്റ്റാണെന്നാണ് പറഞ്ഞത്. അത് ആരാണെങ്കിലും അവനെ വെറുതെ വിട്ടുകൂടാ. ആ കാര്യത്തിൽ അങ്കിള് പേടിക്കണ്ട, അത് ഞങ്ങൾ ഏറ്റെടുത്തോളാം. അത് അവൻ പറഞ്ഞ് ശരിയാ ജാക്സ. ഞങ്ങളുടെ വീട്ടിലൊരു പരിപാടിക്ക് വന്നിട്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തോളാം. ഓരോന്നൊക്കെ ഒപ്പിച്ച് വെച്ചോളും. അവന്മാരുടെ തലയിൽ ആൾ താമസമില്ലെന്നാണ് നീയൊക്കെ കരുതി വെച്ചേക്കുന്നത്. അവൻ ചെയ്തേക്കുന്ന പ്രവൃത്തി കണ്ടില്ലേ? ചെയ്യാനും അറിയണമെങ്കിൽ രക്ഷപ്പെടാനും എനിക്കറിയാം. ഈ കാര്യത്തിൽ വേറെ ആരും ഇടപെടണ്ട. ജിന, നീ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ? എന്താ ഇവിടെ പെട്ടെന്ന്? ആ സൂജു, നിന്നെ ഇവിടെ വെച്ച് കാണുമെന്ന് ഞാൻ ഓർത്തില്ല. ഇന്നലത്തെ സംഭവത്തിൽ ഞാൻ സോറി പറയാം കേട്ടോ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് തന്നെ ഓർത്തില്ല. ആരാ എന്താന്ന് പോലും അറിയത്തില്ല. പിന്നെ ഇവിടെ ഞാനൊരു ആവശ്യത്തിന് വന്നതാണ്. ഇച്ചേനെ ഇവിടെ വന്നിട്ടുണ്ട്, ഒരു കുറച്ച് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് കൂടെ വന്നതാണ്. ഏയ്, അങ്ങനെ സംഭവിച്ചല്ലോ. നിന്നെ മതം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനും അവളെ ശ്രദ്ധിക്കേണ്ടായിരുന്നു. അവൾ വന്നിട്ടുണ്ട്, വീട്ടിലിരിക്കും അവൾക്ക് മടി. എന്നിട്ട് അവൾ ഇന്ന് ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. ഫിലിപ്പ് അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. എടി ടിയ, ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്തിട്ട് പരിപ്പോടെയൊക്കെ കഴിക്കാൻ പോകുന്ന ആരെങ്കിലും കണ്ടല്ലോ വീട്ടിലറിഞ്ഞാൽ എനിക്ക് പേടിയെന്ന്. എന്തിനട കുട്ടാ നീ പേടിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം വന്നാൽ നെഞ്ച് വിരിച്ച് നേരിടാൻ നിന്റെ കൂടെ ഈ ബെനിച്ചനില്ലേ? പിന്നീട് നെഞ്ചു വിരിച്ച് നേരിടാൻ പോലും ആദ്യം ഇറങ്ങി ഓടുന്ന ഇവനായിരിക്കും. എൻ്റെ ദൈവമേ, ഇതൊക്കെ എന്താവോ എന്തോ. ആ, ഹലേനും കൂടെ വിളിക്കായിരുന്നു. അതിന് ഞാൻ ഇവിടെ നിന്നൊരു യോദ്ധാവിനെ അങ്ങോട്ട് വിട്ടിട്ടില്ലേ? ഹയറിന് അവിടെ ചെല്ലുന്നു, ഫിലിപ്പ് സാറിനെ വിളയ്ക്കുന്നു, പിന്നെ ഹലയുമായിട്ട് ഇങ്ങോട്ട് പോരുന്നു. എങ്ങനെയുണ്ട് ഐഡിയ? എടാ, നിന്റെ മമ്മി. ബെന്നിച്ച മോനെ, നിന്റെ തലയിലാണോടെ ഈ ബുദ്ധി ഉദ്ദേശിച്ചത്? എങ്ങോട്ട് പോവാ എല്ലാം കൂടെ? അയ്യോ, മമ്മി എന്നാ ഇവിടെ? ഞങ്ങളാണെങ്കിൽ എല്ലാവരും കൂടെ കമ്പൈൻ സ്റ്റഡിക്ക് ഇരിക്കുമായിരുന്നു. അല്ലേടി ടിയ? കമ്പൈൻ സ്റ്റഡി നിങ്ങളെല്ലാവരും കൂടി പിന്നെ നടക്കുന്ന കാര്യം പറഞ്ഞ് ആയിരിക്കട്ടെ. നിങ്ങളെല്ലാവരും വേറെ വേറെ കോഴ്സല്ലേ, പിന്നെ എങ്ങനെ കമ്പൈൻ സ്റ്റഡി? എടാ ബെന്നിച്ച, ഹലേനെ ഇറക്കാൻ പറ്റില്ലടാ. ഫിലിപ്പ് അവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുക. ബാ, നമുക്ക് പോയി പെരുപ്പാള തിന്നാ. എല്ലാം റെഡിയല്ലേ? ഓ, നശിപ്പിച്ച് ഇവള് എന്നാ ചെയ്യും?
എൻ്റെ പൊന്നടവ് നിൻ്റെ അപ്പനും അമ്മയ്ക്കും പറ്റിയ അബദ്ധം ഇവള്. വെറുതെയാണ് ഇവളുടെ ലവ് സക്സസ് ആവാത്തത്. ഓ, അത് പിന്നെ മമ്മി, ഞങ്ങൾ എല്ലാവരും കൂടെ ക്യാൻറ്റീനിൽ പോവായിരുന്നു. വീട്ടിൽ നിനക്കൊക്കെ 4 നേരം ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ലേ? പിന്നെ ഇനി ക്യാൻറ്റീനിൽ പോയിരുന്ന് പഠിക്കട എല്ലാം കൂടെ. ഇനി ഇങ്ങനെയാണ് നടക്കുന്ന കണ്ടാരാ. ഓ, ബ്രേക്ക് ആയാലോ. ഓക്കെ സ്റ്റുഡൻസ്, ഇവിടെ നിന്ന് ശ്രദ്ധിച്ചേ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇൻറ്റേൺഷിപ്പ് പോലത്തെ നിങ്ങളുടെ പ്രോജക്റ്റിനെ പറ്റി. അത് ഈ പെട്ടിയിലാണെങ്കിൽ ഓരോ ലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ലോട്ട് നിങ്ങൾ എടുക്കണം. എന്നിട്ട് ആ കമ്പനിയിലായിരിക്കും നിങ്ങൾ ആ പ്രോജക്റ്റിന് വേണ്ടി പോകേണ്ടത്. ദൈവമേ, നല്ല കമ്പനിയാണ്. ആദമിൻ്റെ കമ്പനി. എന്താടോ ജീനെ, താൻ ഓക്കെ അല്ലേ? കണ്ടിട്ട് കുറച്ച് ഡിസ്റ്റർബായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അത് പിന്നെ ഞാനാണെങ്കിൽ ഹലേനെ പറ്റി ഓർക്കുമായിരുന്നു. ആ, ഞങ്ങൾ ഇന്നലെയാണെങ്കിൽ CCTV ഫുട്ടേജസ് ചെക്ക് ചെയ്തായിരുന്നു. അത് അവരുടെ വീട്ടിലെ തന്നെ കെവിനെ കണ്ടത്. അവൻ്റെ വണ്ടി അവിടെ കിടന്നിരുന്ന ആ സ്ഥലത്തേക്കാണ് നമ്മുടെ ഹാദം കൊണ്ട് വണ്ടി ഇട്ടത്. അല്ല എനിക്കാണെങ്കിൽ എവിടെയോ എന്തൊക്കെ പ്രശ്നമുള്ള പോലെ തോന്നുന്നു. ആ വീട്ടിലെ ബാക്കിയുള്ളവർക്ക് ഹലിയോടുള്ള പെരുമാറ്റം തന്നെ കണ്ടില്ലേ? ആ എലിസബത്ത് എന്താ അങ്ങനെയൊക്കെ പെരുമാറുന്നത്? എന്തോ എവിടെ പ്രശ്നമുള്ളത് പോലെ. എൻ്റെ ജീനെ, അതിപ്പോൾ എന്ത് പറയാനാ. ഒന്നാമത് പ്രഗ്നൻ്റ് ആയിട്ട് പ്രസവിച്ച സമയത്ത് സൂസൻ്റെ മരണം. അതറിഞ്ഞ് അവളെ പള്ളിയിലടക്കാൻ കൊണ്ടുവന്ന സമയത്ത് മനം തൊന്ത് അവനും അറ്റാക്ക് വന്ന് അവനും മരിച്ചു. അന്നേരം പിന്നെ ഒരു വീട്ടിൽ 2 പേര് തന്നെ പോയില്ലേ ആ സമയം തന്നെ. അതൊക്കെ കൊണ്ടായിരിക്കും ആ കുട്ടിയോട് അങ്ങനെ പെരുമാറുന്നത്. സൂസന്റെ മരണം ഓക്കെ, പ്രഗ്നൻസിയിൽ വന്ന കോംപ്ലിക്കേഷൻ എന്ന് പറയാം. പക്ഷെ ജേക്കയുടെ മരണം അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ ഇവിടെയൊക്കെ പ്രശ്നമുള്ളത് പോലെ. എന്തായാലും ഇച്ചായനൊക്കെ വരട്ടെ. അത് കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്ത് കാര്യമായിട്ട് തീരുമാനിക്കാം. എൻ്റെ പൊന്നിച്ചായ, ഈ ഇരിക്കുന്ന സാധനത്തിനെ പോലെ നിങ്ങളും ഇങ്ങനെ വർക്ക് ഹോളിക്ക് ആകാല്ല കേട്ടോ. നീ എന്നോടൊപ്പം നീ ഇച്ചിരിക്കുന്ന. അതെ, അടുത്ത ദിവസം ഹലയും കൂട്ടരും ഇൻറ്റേൺഷിപ്പിന് വരിക. ഇൻറ്റേൺഷിപ്പിനോ? അതെങ്ങനെ നമ്മുടെ എടുത്തോ? ആ, അവളമാരെടുത്ത ലോഡിനകത്ത് ഫുള്ളും നമ്മുടെ കമ്പനിയുടെ പേരാണ് ഞാൻ എഴുതിയിട്ടത്. ഇവൻ്റെ ആ ബുദ്ധി എങ്ങനെയുണ്ടടാ? ഓഹ്, സൂപ്പർ. അപ്പോൾ ഹയറിനോ? അവൾ നമ്മുടെ കമ്പനി തന്നെയാണോടാ വരുന്നത്? ഹയറിന് വേറെ പണിയുണ്ട്. അവൾക്ക് കോളേജിൽ തന്നെയാണ് ഡ്യൂട്ടി ഇട്ടേക്കുന്നത്. അവൾക്ക് ആർട്ട് ക്ലാസ് റൂമൊക്കെ ഒന്ന് കുറച്ച് ക്ലീൻ ചെയ്യിപ്പിക്കണം. ആരും ഇല്ലാണ്ടിരിക്കുമായിരുന്നു. അതങ്ങ് ചെയ്യിപ്പിക്കാമെന്ന് ഞാൻ വെച്ച്. എടാ ജിമിനെ, ക്ലീൻ ചെയ്യേ. ഓ, ഇൻറ്റേൺഷിപ്പിന് സ്റ്റാർട്ടിങ് ഡേ തന്നെ നീ ലേറ്റ് ആക്കിപ്പിച്ചല്ലോ ടീയ. നിന്നെ എന്നാ ചെയ്യേണ്ടത്? ആദം സാർ ഒന്നും പറയത്തില്ലെന്നേ. എന്തേലും പറഞ്ഞ അത് ഹലയ്ക്ക് പെട്ടെന്ന് തലവേനാവെന്നൊന്ന് പറഞ്ഞാൽ മതി. ആ, കൊള്ളടി ടിയ, നീ എന്നെ ഉണ്ടെങ്കിലും എൻ്റെ പള്ളിക്ക് അങ്ങ് വെച്ച് തന്നാൽ മതി ലേറ്റായിട്ട്. അതെ, ഈ കാര്യത്തിൽ ഞാൻ ഹലയുടെ കൂടെ തന്നെയാണ്. ടിയ, നീ ആ ലേറ്റ് ആവാൻ കാരണം. അതുകൊണ്ട് നീ തന്നെ ഒരു കാര്യം അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. പറ, സൊല്യൂഷൻ പറ. ഐഡിയ ഞാൻ പറഞ്ഞു തരട്ടെ മക്കളെ, എങ്ങനെയുണ്ട്? ഒന്ന് പോടെ ബെന്നി. ആ, ഞാൻ പറയാം. നമ്മൾ കാറിറങ്ങി നിരന്ന് നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓടി ആരാണ് ഫസ്റ്റ് ലിഫ്റ്റിൽ കയറുന്നത് നോക്കാം. എന്നിട്ട് അവസാനം കയറുന്ന ആരാണെന്ന് വെച്ചാൽ അവരായിരിക്കും ഇതിൻ്റെ റീസൺ ആദം സാറിനോട് പറയേണ്ട. എനിക്കറിയാം ഞാൻ സ്ലോ ആയിട്ട് ഓടത്തുള്ളൂ. ഇത് വീണ്ടും റീസൺ ആദം സാറിനോട് ഞാൻ പറയാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത്. എൻ്റെ ഹല, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണോടി. എനിക്ക് ഓക്കെ ഇടിയില്ല. ഓഹ്, കോപ്പ് ഇത് നന്നായിട്ട് ലേറ്റ് ആയില്ല എൻ്റെ കർത്താവേ. നിങ്ങളിപ്പോഴാണോ വരുന്നത്? എന്താ നോക്കി നിൽക്കുന്നത്? കയറുന്നില്ലേ? എന്ത് പറ്റി? എല്ലാവർക്കും ഒരു കള്ളലക്ഷണം. അങ്ങനെയൊന്നുമില്ല സാർ. സാറ് പൊക്കോ, ഞങ്ങൾ അടുത്ത ലിഫ്റ്റിന് കയറി വന്നോളാം. അല്ല ബെന്നി? അതെന്താന്നാ ഞാൻ ചോദിച്ചത്. മാറ്, എനിക്ക് ഫസ്റ്റ് അടിക്കണം. സബാഷ്, ഇവളെന്നെ കൊല്ലരെ ദൈവമേ. എടാ, ഇന്റേൺഷിപ്പിന് വരുന്ന പിള്ളേരെ രണ്ട ലേറ്റ് ആവുന്ന. നീ ആദ്യം വരുമ്പോൾ അവന്മാരെ ഒന്ന് വിറപ്പിക്കാൻ പറയണം കേട്ടോ. ലേറ്റ് ആവരുതെന്ന് പറയണം കേട്ടോ. ആ ശരിയപ്പാ, ആദ്യം വരുമ്പോൾ ഞാനത് പറയിപ്പിച്ചോളാം.
അല്ലെങ്കിലും ലേറ്റായി വരുന്ന അത്ര നല്ല ഇടപാടല്ലല്ലോ. അങ്കിള് വീട്ടിലേക്കല്ലേ? കൂട്ടത്തിൽ എന്നെ ഒന്ന് കോളേജിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യണേ. ഷോ, ഈ ലിഫ്റ്റ് തന്നെ ഓപ്പൺ ആവാൻ ഇത്ര ലേറ്റ് ആവുന്ന. ആ, ഓപ്പൺ ആയല്ലോ. അതെ, കഴിഞ്ഞ് ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്ന് കയറായിരുന്നു. ഇവരെ കൊണ്ട് വിട്ടിട്ട് വേഗം ഫയൽ എടുത്തിട്ട് ഓഫീസ് റൂമിലേക്ക് വാടാ. നീ എന്നെ അന്വേഷിച്ച് നോക്കി നിൽക്കുക. നീയും വാടി. ഹല. ഓ എൻ്റെ കർത്താവേ, ഇവൻ്റെ തൊലിക്കെട്ടിയാണ് നമുക്ക് വേണ്ടത്. എന്താ ചെയ്യാ, വേഗം ഒന്ന് കാണാൻ വരാൻ പറഞ്ഞത്? എടാ ഉവേ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ആദ്യത്തിന് തളയ്ക്കാം ഇനി. എന്നാ ഈ ചെയ്യാ, കാര്യം എന്നെ വ്യക്തമായിട്ട് പറ, എനിക്ക് മനസ്സിലായില്ല. എടാ ആദമില്ലേ, അവൻ മരിക്കാറ് ഫാമിലിയിലുള്ളതല്ല. ഒരു 18-ാം വയസ്സിലൊരുത്തിക്ക് പറ്റിയ അബദ്ധം. അപ്പം ഹോബിയുടെ മകനല്ലേ ആദം? നീ അനുഭവിക്കാൻ പോകുന്നു.